ഹലോ ഹായ്, ഞാൻ നൗഷാദ്. റോയൽ ഗാർഡനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ്. ഞാൻ എല്ലാ വർഷവും ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ്. ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ പരിചരണം, അതുപോലെ വളപ്രയോഗം, അതുപോലെ നമ്മൾ ഡ്രമ്മിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ചട്ടിയിൽ എങ്ങനെയാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് സെറ്റ് ചെയ്യേണ്ടതൊക്കെ ഫുൾ വീഡിയോ എൻ്റെ ഈ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ഡ്രാഗൺ ഫ്രൂട്ട്സ് വിളവെടുപ്പാണ് കാണുന്നത്. 2 പഴങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കി കംപ്ലീറ്റ് ഇതിൽ പൂവും കായ്കളും ആയിട്ടുണ്ട്. ഇഷ്ടംപോലെ ആയിട്ടുണ്ട്. നമുക്കൊരു വീട്ടിൻ്റെ മുറ്റത്ത് ഒരു ഡ്രമ്മിലോ അല്ലെങ്കിൽ ഒരു 16-18 ഇഞ്ചോ ചട്ടിയിലോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീട്ടാവശ്യത്തിനുള്ള പഴങ്ങൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഞാൻ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നതൊന്നും മലേഷ്യൻ റെഡാണ്. മലേഷ്യൻ റെഡ്, അതുപോലെ റോയൽ റെഡ്, മെക്സിക്കൻ റെഡ്, നാച്ചുറൽ മിസ്റ്റിക്, ഇങ്ങനെയുള്ള പ്ലാന്റുകളാണ് ഞാൻ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. അതുപോലെ ശ്രീലങ്കൻ്റെ ഒരു ജംബോ പ്ലാന്റ്, ജംബോ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഴമുണ്ട്. അത് നമുക്കൊരു 600-700 ഗ്രാം തൂക്കം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മലേഷ്യൻ റെഡ് 500 ഗ്രാമിൽ കൂടുതൽ, 500-550 ഗ്രാമൊക്കെ തൂക്കം വരുന്ന ഒരു പഴമാണ് നമ്മുടെ മലേഷ്യൻ റെഡ്. നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതിൽ ഏറ്റവും അനുയോജ്യം മലേഷ്യൻ റെഡാണ്. കൂടുതലായിട്ടും വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നൊരു പഴച്ചെടിയാണ് നമ്മുടെ മലേഷ്യൻ റെഡ്. അപ്പം നമുക്കിതൊന്ന് വിളവെടുത്ത് ഇതൊന്ന് നമുക്ക് മുറിച്ച് കട്ട് ചെയ്ത് നോക്കാം. പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഇതൊരു പ്രൂണിങ് ആയിട്ട് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് പിടിച്ച് പൊട്ടിക്കരുത്. നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എങ്കിൽ നമുക്കൊരു 2-3 ദിവസമൊക്കെ നമുക്ക് പഴം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ്. ഏതായാലും ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ. ആദ്യത്തെ പഴം ആയതുകൊണ്ട് നമുക്ക് വലിപ്പം വന്നിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്യുന്നത് മലേഷ്യൻ റെഡാണ്. ഇതാ ഇതിൻ്റെ അകവശം കണ്ടില്ലേ? ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇതിൻ്റെ മധുരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. പലവരും ഇതിന് മധുരം ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ജൈവ രീതിയിൽ ഇത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല മധുരവും നല്ല സ്വീറ്റാണ്. ജൈവ രീതിയിൽ ചെയ്യണം. രാസവളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിലേ നമുക്ക് രാസവളത്തിൽ ഇത് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. മധുരം കുറവാണ്. യൂറിയ പോലുള്ളത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പഴങ്ങളുണ്ടാവും. പക്ഷേ ഇതിൽ മധുരം കുറവായിരിക്കും. രാസവളങ്ങൾ ഞാൻ കൂടുതലായിട്ടും ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, അതുപോലെ മഴക്കാലങ്ങളിൽ ഞാനിതിന് കോഴിവളം, നമ്മൾ ഉണങ്ങി പൊടിഞ്ഞ കോഴിവളം, നമ്മുടെ ഈ ഈർച്ചപ്പൊടിയോ അല്ലെങ്കിൽ മരപ്പൊടിയോ ഒന്നും ഇല്ലാത്ത കോഴിവളം നമ്മുടെ ഫാമുകളിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അത് മഴക്കാലങ്ങളിൽ വേനൽക്കാലങ്ങളിൽ ഇട്ട് കൊടുക്കരുത്. മഴക്കാലങ്ങളിൽ മാത്രമേ നമ്മളത് ചെയ്യാൻ പാടുള്ളൂ. കോഴിവളം പ്രത്യേകിച്ച് ചൂടാണ്. അതായത് ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. ഒരു രക്ഷയില്ല, നല്ല മധുരമാണ്, നല്ല മധുരം. നമുക്ക് ജൈവ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്വീറ്റാണ് നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ്. അത് പലവരുടെയും വീട്ടിൽ ഇത് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ അറിയാം എത്രത്തോളം ഇതിൻ്റെ മധുരമുണ്ട് എന്നുള്ളത്. നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോഴല്ല, കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട്സ് കൂടുതലായിട്ടും രാസവളത്തിൽ ചെയ്തിട്ട് വരുന്നതാണ്. നമുക്ക് ജൈവവളത്തിൽ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിന് 1-2 ചട്ടിയിൽ വെച്ചാൽ മതി. നമ്മുടെ ഒരു വീട്ടാവശ്യത്തിനുള്ള പഴങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ ഒരു പ്രത്യേകത, ഒരു പൂവ് വിരിഞ്ഞതിന് ശേഷം 30 ദിവസമാണ് നമുക്കിതിൻ്റെ വിളവെടുക്കേണ്ട ടൈം. അതുപോലെ നമുക്ക് ഒരു വർഷത്തിൽ നമുക്കൊരു 5-6 പ്രാവശ്യം, 6 ടേമിൽ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ 28 ദിവസം മുതൽ 30 ദിവസം വരെയാണ് ഒരു പൂവ് വിരിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ വിളവെടുപ്പ്. അങ്ങനെ കണക്കൂട്ടുമ്പോൾ നമുക്ക് മെയ് മാസം മുതൽ, ഇതിപ്പോൾ മെയ് മാസമാണ്, മെയ് മാസം മുതൽ മെയ് പകുതിയോട് കൂടി നമുക്ക് വിളവെടുപ്പ് നടക്കും. അപ്പോൾ അത് ലാസ്റ്റ് നമുക്ക് ഒരു ഒക്ടോബർ-നവംബർ വരെ നമുക്കിതിൻ്റെ വിളവുകൾ ലഭിക്കുന്നതാണ്. ഒരു 5-6 പ്രാവശ്യം നമുക്കൊരു പഴച്ചെടിയിൽ നിന്ന് നമുക്കിത് പഴങ്ങൾ ലഭിക്കുന്നതാണ്. ഇത് ഒരു ഏകദേശം ഒരു 2 വർഷം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ മുകളിൽ നിന്നത്തെ കായ്കൾ കിട്ടും. നമുക്കൊരു 5 വർഷം 6 വർഷമൊക്കെ ആകുമ്പോൾ നമ്മളൊരു ഡ്രമ്മിൽ, ഒരു അര ഡ്രമ്മിൽ സെറ്റ് ചെയ്ത ഒരു പഴച്ചെടിയാണെങ്കിൽ ഒരു ഏകദേശം 25 കിലോ 30 കിലോ വരെ ഒരു വർഷത്തിൽ നമുക്ക് ഒരു ഡ്രമ്മിൽ നിന്ന് നമുക്ക് വിളവെടുക്കാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുപോലെ നമുക്കൊരു പഴച്ചെടി, ഒരു ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തൈ എങ്ങനെയാണ് ഒരു ഡ്രമ്മിലോ ഒരു ചട്ടിയിലോ സെറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇതിൻ്റെ വളപ്രയോഗം എന്നൊക്കെയുള്ള ഫുൾ വീഡിയോ എൻ്റെ ഈ ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. അതുപോലെ നിങ്ങളിത് കണ്ട ഇന്ന് വിരിഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ പൂവാണ് ഈ കാണുന്നത്. ഇതിൽ നിറയെ തേനീച്ചയാണ്. തേനീച്ച വന്ന് കിടപ്പ് കണ്ടില്ലേ? അപ്പം തേനീച്ച വന്നു കഴിഞ്ഞാൽ നമ്മളിത് പോളിനേഷൻ ചെയ്യേണ്ട, ഹാൻഡ് പോളിനേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ പൂക്കൾക്ക് നമ്മൾ ഹാൻഡ് പോളിനേഷൻ ചെയ്താൽ മാത്രമേ നമുക്കിത് കായായി കിട്ടുകയുള്ളൂ. പൂ വിരിഞ്ഞതിന് ശേഷം ഹാൻഡ് പോളിനേഷൻ ചെയ്യണം. അത് നമ്മൾ ഇതിൻ്റെ അകത്ത് 2 പൂവാണ് ഉണ്ടാകുക. ഒരു വലിയ പൂവും ചെറിയ പൂവും ഉണ്ടാവും. നമ്മളൊരു വൃത്തിയുള്ള പാത്രത്തിൽ, നനയൊന്നുമില്ലാത്തൊരു പാത്രത്തിൽ സൈഡിൽ പിടിച്ചെന്ന് ചെറിയ രീതിയിൽ ഒന്ന് അനക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ പൂമ്പൊടി ആ പാത്രത്തിലേക്ക് വീഴുന്നതാണ്. അതിന് ശേഷം ബഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ആ ഉള്ളിലത്തെ ചെറിയ പൂവിനൊന്ന് ബഡ്സ് ഉപയോഗിച്ച് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പോളിനേഷൻ പൂർത്തിയായി
അപ്പോൾ ഇത്രയാണ് നമ്മൾ ഹാൻഡ് പോളിനേഷൻ ചെയ്യേണ്ടത്. ഇനി അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എൻ്റെ ഈ ചാനലിൽ ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ഈ ഹാൻഡ് പോളിനേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഞാൻ ഇതിൽ ഷോർട്സ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ വേര് പിടിച്ച തൈകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് കൊറിയറായിട്ടും അയച്ചു തരുന്നതാണ്. ഒരു വേര് പിടിപ്പിച്ച ഒരു തൈകൾക്ക് വരുന്നത് 100 രൂപയാണ് ചാർജ് വരുന്നത്. അതുപോലെ കട്ടിങ്സ് ആവശ്യമുണ്ടെങ്കിൽ കട്ടിങ്സിന് 50 രൂപയാണ് വരുന്നത്. കട്ടിങ്സ് നമ്മൾ പഴങ്ങളൊക്കെ പറിച്ചെടുത്തതിന് ശേഷം മാത്രമേ കട്ടിങ്സ് എടുക്കുകയുള്ളൂ. ഓൾറെഡി ഇപ്പോൾ കട്ടിങ്സ് സ്റ്റോക്കില്ല. വേര് പിടിപ്പിച്ച തൈകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് നമ്പറാണ്. വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ നഴ്സറി ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠപുരത്താണ്. ശ്രീകണ്ഠപുരത്തിൽ നിന്ന് 1.5 കിലോമീറ്റർ മാറി ചേപ്പറമ്പ ചെമ്പേരി റോഡിലാണ് നമ്മുടെ നഴ്സറിയുടെ ലൊക്കേഷൻ. അതുപോലെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോകളും അപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റയിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.